ടൂർ പോകേണ്ട മുന്നോടി ആയിട്ടാണ് ഗൈസ് കണ്ടത്. കണ്ടോ? ആ കണ്ടോ ഒറ്റക്കൊന്ന് ആന്നെ കുടിച്ചോണ്ട് പോവും. ആ കണ്ടങ്ങൾ ഇടാത്ത പാന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ടൂറോൻ പെട്ടല ഇടാത്ത പാന്റുകളെ. ഇപ്പം ഇന്ന് ടൂറാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ 2:36 എണീറ്റിക്കണത്. 3:30 ആകുമ്പോ സ്കൂളിലെത്തണം. അപ്പൊ അതിന് വേണ്ടി ഞാനേ ആക്കണ് നമ്മളെ അപ്പം ചൂടാണേ. അപ്പൊ ഇതൊന്ന് മറിച്ചിടട്ടെ. മാവൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു. നമുക്ക് നെയ്യൊക്കെ ഒന്ന് പുരട്ടി കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒലിക്ക് എന്താ പറഞ്ഞത് പെരിന്തൽമണ്ണ എത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചു പോകാൻ വേണ്ടിയിട്ടേ കഴിക്കുമെന്ന് അറിയില്ല ഈ ടൈമൊന്നും. എന്നാലും നല്ല അടിപൊളി അപ്പട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയി കിട്ടിക്കണേ. റിയമോളെ അപ്പൊ ഇതാക്കണേ ചായ കുടിച്ചോണ്ടിരിക്കട്ടോ. അപ്പൊ ഷാജി ഇപ്പൊ കുടിച്ചു എണീറ്റ്. അപ്പൊ ഓളെക്കൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് കഴിക്കുക അങ്ങോട്ട് ഇതാക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ തലേ ദിവസം ഓള് ഡ്രസ്സ് സെലക്ട് ചെയ്തത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതാ ഇടണ്ടേ എന്നോടും ചോദിക്കും ഉളപ്പാനോടും ചോദിക്കും ഏതാ ഇടുക. അതായത് കുറേ ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ആ ഡ്രസ്സിൽ ഏതാ ഇടണ്ടേന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇട്ടുകണത് ഇതാക്കുന്നത് കേട്ടോ. പിന്നെ ഒരു മഫ്തിയും കുത്തിങ്ങാണ്ടാണ് പോണത്. അപ്പൊ കളർ ഡ്രസ്സല്ല ഇടേണ്ടത്. എന്താ കളർ ഡ്രസ്സാണ് ഇടേണ്ടത്. എല്ലാ വർഷവും നമ്മൾ കണ്ടിട്ട് അവിടെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് പോവല്. ഈ വർഷം പറഞ്ഞത് എന്താ പറയുക കളർ ഡ്രസ്സ് മതിയാണ്. അപ്പം ഈ ഡ്രസ്സാണ് ഒരു ഡ്രസ്സും കൂടി ഒരു പെയറും കൂടി എടുത്തിക്കണേ കയ്യിൽ. എന്തെങ്കിലും ഇരുട്ടാണ് കേട്ടോ. അമ്പലത്തിലത്തെ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെന്നാ പോട്ടെ. തണുപ്പ് പ്രത്യേകിച്ച് നമ്മൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൂടി നല്ല തണുപ്പാണ്. ഞങ്ങൾ ഏകദേശം ചത്തെത്താനായിട്ടോ. അതാണ് ഇവിടെ എത്തി ഞങ്ങൾ. ഇവിടെ നിന്നാണ് ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു വെളിച്ചോ ലൈറ്റോ ഒന്നുമില്ലേന്നു. ഞങ്ങളെ ഏരിയയിൽ പേരും തണുപ്പാണ്. സ്കൂളെത്താനായിട്ടോ. സ്കൂളിനെ കാണിക്കാൻ രാത്രിയിലാണ് കാണുന്നത്. ഇതാണ് നമ്മളെ മജ്മന്റെ. എല്ലാരും ഇങ്ങനെ വന്ന് നിങ്ങൾ പോരി. അപ്പൊ ബസ് എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ എല്ലാ വാഹനങ്ങളൊക്കെ ഇങ്ങനെ എത്തിക്കണേ. ബസ് താഴത്തുണ്ട്. നടന്നേ ഫ്രണ്ട്സ് ആളെ അറ്റൻഡൻസ് തൊട്ടേ ഇവരെ നിങ്ങളപ്പം തന്നെ അല്ലേ കയറി കളി. ഞാൻ വീടെടുത്തല്ലേ സീറ്റില്ലാതെ പോവുകയാണെങ്കിൽ സീറ്റുണ്ടോ? സാറതിലാണ് ഡ്യൂട്ടിയിലാണ്.
ഞങ്ങൾ പോയല്ലോ. ഞങ്ങള് പോകാണ് ഗൈസ്. ഇതതിന് ആ ഫ്ലഡ് വെള്ളപ്പൊക്കം ഫ്ലഡ് വന്നില്ലേ, ഇവർക്കാണ് നേരെ വൈകിയത്. നേരത്തെ കൊത്തിട്ട് നേരത്തെ കൊണ്ട് പോയാൽ തിരക്കില്ലാതെ ബ്ലോക്കില്ലാതെ കടത്താം. അല്ല പെരിന്തൽമണ്ണ നിസ്കരിക്കാനേ അങ്ങനെ പറഞ്ഞ എന്തൊക്കെയാണോ. അപ്പൊ ഞങ്ങൾ ഇതാക്കണേ മുറ്റൊക്കെ അടിച്ചു വരി കണ്ടോ. ഞങ്ങളെ മുറ്റൊക്കെ ഞങ്ങൾ രണ്ടാളും മുന്നിലാണ് മുറ്റൊക്കെ അടിച്ചു വരി, എല്ലാ ഭാഗങ്ങളൊക്കെ അടിച്ചു വരി. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കുട്ടികളിങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അതിങ്ങനെ കണ്ട് ഇരിക്കുകയാണ് ഞങ്ങളിങ്ങനെ. അതായത് ഒല കളി ഇങ്ങനെ കാണുന്നു ഇരിക്കണ്. ഓരോരുത്തരാൾ വീഴുന്നുണ്ട്, വീണതിനനുസരിച്ച് ഒരാൾ എണീക്കണ പിന്നെ ഓടണ്. അപ്പോൾ ഓരോ കളികളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇവിടെ ചക്കപ്പഴമുണ്ട്. അപ്പോൾ ചക്കപ്പഴം ഒന്ന് നോക്കാൻ പോവാം, പഴുപ്പിക്കണോ എന്തായിരിക്കുന്നത് കൊണ്ട് ഇതാക്കാൻ. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പഴം ഉണ്ടായിരിക്കുന്നു, പക്ഷെ ചക്കപ്പഴം പഴുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്ന് കിളി വെച്ചിപ്പോയി. അപ്പോൾ പഴുപ്പിക്കണോ നോക്കാൻ വേണ്ടിയിട്ടേ പഴുത്തതൊന്ന് പറിച്ചെടുക്കാം. ആവിലൊക്കെ കൊണ്ടുപോകാം. കണ്ടോ, ഇതിന് ഈ പഴം എന്താക്കുക ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും ഇത്. അതായത് നമ്മളെ എന്താ ആദ്യമൊക്കെ നമ്മളൊക്കെ വീട്ടുകളിലൊക്കെ നിറച്ചുണ്ടാവും ഇത്. ഒരു കളിക്കണമൊക്കെ ഇതിനെന്താ പറയുക, വേറൊരു പേരുണ്ട് ഇതിന് പറയാം, അത്തപ്പഴം എന്നോ, അത്തപ്പഴം എന്ന് പറയും ഇതിന്. നമ്മളിവിടെയൊക്കെ ചക്കപ്പഴം കേട്ടോ പറയാം, വേറെ ഞാൻ കേട്ടിരിക്കണ അത്തപ്പഴം. ഇത് നമ്മളെ ഫ്രൂട്ടിലൊക്കെ ഏറ്റവും നല്ല ഫ്രൂട്ടാണിത്. ഇതിപ്പോൾ എന്താ പറയുക, കുറച്ച് സമയം ഇങ്ങനെ നമ്മളിങ്ങനെ പഴുക്കട്ടെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആവലൊക്കെ കിളിയൊക്കെ കൊത്തിങ്ങാണ്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതിലായതുള്ളത് നമുക്കൊന്ന് പറിക്കാന്ന് അതിന് നോക്കിങ്ങാണ്ട് നിൽക്കണം ഞങ്ങൾ. അപ്പോൾ ഇതെന്ന് പറയുക നല്ല ടേസ്റ്റാണ്. എന്താ ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ ഫ്രൂട്ടൊക്കെ കഴിക്കുന്ന സമയത്തെ ഇതൊന്ന് പൊളിച്ച് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാത്തപോലെ ആരും ഉണ്ടാവില്ല. നമ്മളെ ഫ്രൂട്ടുകളിലൊക്കെ ഈ ഒരു ഫ്രൂട്ടായിരുന്നു അതൊക്കെ നമ്മളൊക്കെ നൊസ്റ്റാൾജി അറിയില്ലേ, ആ ഒരു സംഭവത്തിൽ ഈ ഫ്രൂട്ടൊക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രൂട്ടായിരുന്നു ഇത്. പിന്നെ ഇവിടെ ഒരു അതേപോലെ കണ്ടോ ചിക്കുൻ്റെതാണ് കണ്ടോ. ചിക്കു ഉണ്ടായിട്ടൊന്നുമില്ല, അധികമൊന്നുമില്ല കേട്ടോ, 1 2 അങ്ങനെയൊക്കെ ഓരോരോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ. പക്ഷെ അതൊക്കെ ഇതേമാതിരി കൊത്തി ഇങ്ങനെ പോവാണ്. വെള്ളം കറുത്തൻ്റെ ഒരു തൈയുണ്ട്, അത് നനക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതൊരു ബോട്ടിൽ ആക്കിങ്ങാണ്ട് ഇങ്ങനെ വെക്കണം. എപ്പോഴും പോയി ഇങ്ങനെ നനക്കണ്ട, വെള്ളം ഇങ്ങനെ ആക്കി വെക്കണം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഇത് കൊണ്ടുപോയി കുറച്ച് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് മേലേക്ക് ഇങ്ങനെ കയറി പോകണം. നമുക്കൊരു ഈവനിങ് ടൈമൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പുറത്തിങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുന്ന സമയം ആ ഒരു ടൈമും കൂടിയാണിത്. അപ്പോൾ ഇതിലെനിക്ക് ഇപ്പോൾ എന്താ പറയുക, മറ്റേ കാടൊക്കെ ഇപ്പോൾ ഇവിടെ കാടായിട്ട് നമുക്ക് ഇതിൽ കൂടെ നടക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പൊക്കെ കാടൊക്കെ പോയപ്പോഴേ ഇപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ നടക്കാം. മുള്ളുണ്ടാവട്ടോ, ചെയ്യാൻ നോക്കിക്കോ, നിറച്ച് മുള്ളായിരുന്നു ഇതിൽ. അപ്പോൾ അതൊക്കെ ഇവിടെ മുള്ളില്ല സ്ഥലമാട്ടോ. അപ്പം
ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതിലിതാക്കണേ പൂ വന്നു കായും വന്നൊക്കെ. നമുക്കിതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇവിടെ ഒരു ബോട്ടിൽ വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഒരു ചെറിയൊരു ഓട്ട വെച്ചിട്ട് എന്നിട്ട് പിന്നെ അങ്ങനെ എപ്പോഴും വന്ന് പാരണ്ടെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ പപ്പായ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അടിച്ചമർത്തി പോവുക. ബായ്.